ലൈബ്രറി സയൻസ് എന്നൊരു തൊഴിൽ മേഖലയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. കോളേജുകളിലും അതുപോലെ തന്നെ നാട്ടിലുള്ള വിവിധങ്ങളായിട്ടുള്ള ലൈബ്രറികളിലും ഒക്കെ ലൈബ്രറിയനായിട്ട് ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള സാധ്യതകളാണ് ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുള്ളത്. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി നടത്തുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സ് മുതൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും അടക്കമുള്ള ഈവൻ മാനേജ്മെൻറ്റ് മേഖലയിൽ പോലും കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖലയാണ് ലൈബ്രറി സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പഠിച്ച് ചെറിയ ലൈബ്രറികളിലൊക്കെ ജോലിയിൽ പ്രവേശിക്കാനും അതുപോലെ തന്നെ ആർക്കീവിസ്റ്റായിട്ടും ഒക്കെ ജോലിയിൽ പ്രവേശിക്കാനും ലൈബ്രറേറിയനായിട്ട് ജോലിയിൽ പ്രവേശിക്കാനും അധ്യാപന മേഖലയിലേക്ക് കടന്നു ചെല്ലാനും ഒക്കെ കഴിയുന്ന മേഖലകൾ. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളുടെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഇല്ലസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളെല്ലാം ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന ഒരു പഠന മേഖലയാണ് ലൈബ്രറേറിയൻ എന്ന് പറയുന്ന തൊഴിൽ മേഖലയിലേക്കുള്ളൊരു എൻട്രി കൂടിയാണ് ലൈബ്രറി സയൻസ് എന്ന് പറയുക. അത് നമുക്ക് ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്, സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുണ്ട്, ഡിപ്ലോമയുണ്ട്, ഡിഗ്രിയുണ്ട്, അതിനുശേഷം മാസ്റ്റർ ഡിഗ്രി എടുക്കാനും സാധിക്കും. ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, വായനയുടെ വലിയൊരു ലോകത്തേക്ക് കടന്നു ചെല്ലാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, അത്തരത്തിൽ പുസ്തകങ്ങളുമായിട്ട് ഇടപഴകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വലിയൊരു സാധ്യത തന്നെയാണിത്. നല്ലതുപോലെ വായനാശീലമുള്ളവർക്ക് വായിക്കാൻ മതിയായ സമയം കിട്ടുകയും പുസ്തകപാരായണത്തിലൂടെ തൻ്റെ അറിവിൻ്റെ മേഖലകളെ വളരെ വിശാലമാക്കാൻ മതിയായ സമയം കിട്ടുന്ന ഒരു മേഖലയാണ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും. അവിടെ പഠനം നടത്തുന്നതിന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരമൊരു പഠനം ആരംഭിക്കാവുന്നതാണ്. അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഡിഗ്രി പ്രോഗ്രാമിന് പോകാവുന്നതാണ്. അപ്പോൾ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന് 10ാം ക്ലാസ്സാണ് യോഗ്യത. ഏതാണ്ട് നമുക്ക് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ ഒരു 650 രൂപ ആ റേഞ്ചിൽ മാത്രമാണ് ഈ കോഴ്സിന് ഫീസ് വരുന്നതെന്ന് ഓർക്കുക. വളരെ ചെറിയ ഫീസോടുകൂടെ പഠിക്കാനും വളരെ മികച്ച ഒരു കരിയറിലേക്ക് എത്താനും കഴിയുന്നു. കോളേജുകളിലാണെങ്കിൽ ലൈബ്രറിയൻ ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം, നെറ്റ് പാസ്സാവണം, ആ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. അല്ലാതുള്ള ലൈബ്രറികൾ ഇൻഫർമേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കണ്ടൻറ് റൈറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതിനും കണ്ടൻറ് ക്രിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതിനുമൊക്കെ നമുക്ക് അവസരങ്ങളും സാധ്യതകളും ഒരുക്കുന്നൊരു മേഖലയാണ് ലൈബ്രറേറിയൻ എന്ന് പറയുന്ന മേഖല. സർക്കാർ മേഖലയിലും പൊതുമേഖലയിലും സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ലൈബ്രറികളിൽ, ഗ്രേഡ് ലൈബ്രറികളിലൊക്കെ ലൈബ്രറിയൻ വേക്കൻസികൾ ഉണ്ടാകാറുണ്ട്. അവർക്കൊക്കെ അവിടെ ശമ്പളത്തോടുകൂടെ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. കൂടാതെ സെക്രട്ടേറിയറ്റിലും പാർലമെൻറ്റിലും വിദേശ രാജ്യങ്ങളുടെയൊക്കെ എംബസികളിലും വലിയ കമ്പനികളുടെ ഡോക്യുമെൻറ്റുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളിലും ഒക്കെ ഇത്തരം സാധ്യതകളുണ്ട്. പുസ്തകങ്ങളുടെ ആർക്കീവ്സ് ആയിട്ടുള്ള പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന മേഖലകളിൽ ഒക്കെ ഇത്തരത്തിലുള്ള ലൈബ്രറിയൻ എന്ന് പറയുന്ന കോഴ്സ് ചെയ്ത ഒരു ജനതയ്ക്ക് സാധ്യതകളേറെയാണ്. ആ സാധ്യതകളെ എത്രമാത്രം ഭംഗിയായി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്, അതിനുവേണ്ടി എത്രമാത്രം ഭംഗിയായിട്ട് നമ്മൾ കരിയർ പ്ലാൻ ചെയ്ത് തയ്യാറെടുത്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തൊഴിൽ മേഖലയുടെ വളർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത്. അവിടെ നമ്മുടെ ഡെവലപ്മെൻറ്റിന് സാധ്യതകൾ ഒരുക്കുന്നത്. ആ സാധ്യതകളെ തിരിച്ചറിയാൻ കഴിയണം. ആ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് പോകുമ്പോൾ വലിയ തോതിൽ ഒരു പുറത്തൊന്നും പോയി ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സാധ്യതകൾ ആവശ്യം വളരെ കുറവുള്ളൊരു മേഖലയാണ്. പുസ്തകത്തോടും പുസ്തക പാരായണത്തോടും രചയിതാക്കളോടും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള നാടകം, കവിത, ലേഖനങ്ങൾ, പഠനങ്ങൾ, ആത്മകഥകൾ ഇങ്ങനെയുള്ള മേഖലകളോടൊക്കെ അത്യാവശ്യം താല്പര്യമുള്ളതുമായിട്ടുള്ള ആൾക്കാർ, പീരിയോഡിക്കലായിട്ട് ഈ ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ലോകത്ത് ഇടപെടാൻ താല്പര്യമുള്ള ആൾക്കാർ, പുതിയ പുതിയ പുസ്തകങ്ങളുടെ രചനകളുടെ പബ്ലിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ കുറിച്ചുള്ള വ്യക്തമായ ധാരണയുള്ള ആൾക്കാർ, അതറിയാൻ താല്പര്യമുള്ള ആൾക്കാർ, ഇവർക്കൊക്കെയാണ് ഈ മേഖലയിൽ സാധ്യതകൾ നമുക്ക് കൽപ്പിക്കാൻ കഴിയുക. കൂടാതെ പ്രസാധക മേഖലയിൽ വലിയ തൊഴിലവസരങ്ങൾ ഇവർക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ ഗവേഷണ മേഖലകളിൽ, പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണ മേഖലകളിൽ സാധ്യതകൾ ഒരുക്കപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു മേഖല. അത് യൂണിവേഴ്സിറ്റി തലത്തിലായാലും മറ്റ് സയൻറ്റിഫിക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലാണെങ്കിലും ഒക്കെ ലൈബ്രറികൾ ഒരു മസ്റ്റായിട്ടുള്ളൊരു ഘടകമാണ്. ഒഴിവാക്കാനാകാത്ത, ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകമാണ് ലൈബ്രറികൾ. അപ്പം ലൈബ്രറികൾ എന്നതിന് അപ്പുറത്തേക്ക് ഇപ്പോൾ ബാച്ചിലർ ഡിഗ്രി എടുക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എനി ഡിഗ്രി എന്ന് പറയുന്ന ഏത് ജോലിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ആ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താനും ഇതിന് പാരലായിട്ട് കഴിയും.
അതുപോലെ തന്നെ നമുക്ക് പോലീസ് സേനയിലാണെങ്കിലും അതുപോലുള്ള സേനാ വിഭാഗങ്ങളിലാണെങ്കിലും വലിയ വലിയ പബ്ലിഷിംഗ് ഹൗസുകളിലാണ് എങ്കിലും സർവകലാശാലകൾ, വിദ്യാലയങ്ങൾ പോലുള്ള സ്ഥാപനങ്ങളിലാണേലും പത്രമാധ്യമ രംഗത്താണേലും ഒക്കെ ലൈബ്രറിൻ്റെ ഒരു സേവനം നല്ലതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. കാരണം അവിടെയൊക്കെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളുടെയും മറ്റുമൊക്കെ ശേഖരങ്ങൾ അവർക്ക് ആവശ്യമാണ്. അത് ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും കഴിയേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യതയെയും ആ ഒരു സാഹചര്യത്തെയും ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താൻ, ഈ തൊഴിൽ സാധ്യതകളെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താൻ, അതിലേക്ക് കടന്നു ചെല്ലാനായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല ഒരു മൾട്ടിപ്പിൾ ഫോറിൻ ലാംഗ്വേജ് സ്കില്ലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജ് സ്കില്ലോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചാമിങ് ആയിട്ട് ഈ തൊഴിൽ മേഖലയെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയും. കാരണം വായനയുടെ ഒരു വിശാലമായ ലോകമാണത്. പീരിയോഡിക്കൽസ്, ഏതൊക്കെ പീരിയോഡിക്കൽസാണുള്ളത്, അതൊക്കെ ഏതൊക്കെ കാലത്താണ് ഇറങ്ങുക, അതിൻ്റെ പീരിയോഡിസിറ്റിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ, ആ ധാരണകൾ വെച്ച് പുലർത്തിക്കൊണ്ട് അവയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ശേഖരത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനും സമയാസമയങ്ങളിൽ പർച്ചേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യാനും ഒക്കെയുള്ള താല്പര്യങ്ങളുണ്ടായിരിക്കണം. ഇപ്പോൾ വിവിധങ്ങളായിട്ടുള്ള പബ്ലിഷിംഗ് ഹൗസുകളുണ്ട്. അവിടെയൊക്കെ അവർക്ക് പുസ്തകങ്ങൾ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ഇത്തരത്തിലുള്ള സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പബ്ലിഷിംഗ് ഹൗസുകളുമായിട്ട് ബന്ധപ്പെട്ട് ബുക്സുകളുമായിട്ട് ബന്ധപ്പെട്ട സർക്കുലേഷൻ അല്ലെങ്കിൽ സെയിൽസ് മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതിനും അവസരങ്ങളുണ്ട്. കുറച്ചുകൂടി വരുമാനം കിട്ടുന്നൊരു മേഖല കൂടിയായിരിക്കും അത്തരത്തിലുള്ളൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു മേഖല എന്ന് നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഈ ഒരു സാധ്യതയെ പബ്ലിഷിംഗ് ഹൗസുകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലൈബ്രറികളുമായിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ് റൈറ്റിങ്ങും ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ കഴിയുന്ന നല്ല വായനാശീലമുള്ള അല്ലെങ്കിൽ വായനയിൽ അധികമായും താല്പര്യമുള്ള ആൾക്കാർക്ക് വളരെയധികം തിളങ്ങാൻ കഴിയുന്ന, വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ് ഈ ലൈബ്രറി സയൻസ് എന്ന് പറയുന്ന മേഖല. അതിൽ ഡിപ്ലോമ മുതൽ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, മാനേജ്മെൻറ്റ് വരെയുള്ള മേഖലകളെ കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താം. ആ ഒരു തൊഴിൽ മേഖലയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തി മുന്നോട്ട് പോകാനുമുള്ള അവസരങ്ങൾ ലൈബ്രറി സയൻസ് എന്ന് പറയുന്ന തൊഴിൽ മേഖല നമുക്ക് മുമ്പിൽ ഒരുക്കി, ധാരാളം സാധ്യതകൾ ഒരുക്കി തന്നെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം.